അല്ല നിൽക്കുന്നത്. ഇപ്പോൾ അമേഠിയിലെ പരാജയം തന്നെ, അമേഠിയിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട സമയത്ത് ഏറ്റവും വലിയ ബി.ജെ.പിയുടെ ഇത്തരം ഒരു പ്രചരണത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു. അമേഠിയിൽ എല്ലാ വികസന പദ്ധതികളിനടുത്തെല്ലാം ബി.ജെ.പി ഫ്ലെക്സ് ബോർഡ് വെക്കും. ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് മുഴുവൻ സ്ഥലത്തും ഇത് കേന്ദ്ര സർക്കാർ തന്ന പദ്ധതിയാണ്, ഇത് സ്മൃതി ഇറാനി തന്ന, അപ്പൊ എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡ്. രാഹുൽ ഗാന്ധി വെച്ച സ്ഥലത്തും അല്ലാത്ത സ്ഥലത്തും എല്ലാം ഫ്ലെക്സ് ബോർഡുകൾ വന്നത്. ഒരു സാധാരണഗതിയിൽ അമേഠിയിലെ ജനത്തിന് ആദ്യമായിട്ടാണ് അവിടെ ഒരു കേരളത്തിലെ പോലെ അങ്ങനെ വികസന പദ്ധതി വെച്ചിട്ട് ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന ഒരു പതിവൊന്നും അമേഠിയിലില്ല. അങ്ങനെ അവിടെ കാര്യമായ വികസനം ഇല്ലെന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. പക്ഷെ ഉള്ള വികസന സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഒരു ഫ്ലെക്സിന്റെ ഒരു പക്ഷെ ബി.ജെ.പി ഫ്ലെക്സ് വെച്ച് വളരെ കൃത്യമായി തരാം. അപ്പൊ കോൺഗ്രസ് തന്നെ നിസ്സാരമായി കണ്ട് ഞങ്ങൾ എത്ര കാലമായി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്, ഇവിടെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയുക. പക്ഷേ ബി.ജെ.പിയുടെ ആ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ അഭിമാനമാണ് വീണുപോയെന്ന് ആലോചിക്കണം. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അമേഠി എന്നൊരു മണ്ഡലത്തിൽ പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു മണ്ഡലത്തിലെ പരാജയം എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി. വയനാടില്ലായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി എം.പി ആവാതെ മാറി നിൽക്കേണ്ട അവസ്ഥ വരെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമായിരുന്നു. ആ ഒരു അവസ്ഥയ്ക്ക് അവർക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നു. അവരുടെ ശക്തി മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, കോൺഗ്രസിന്റെ ദൗർബല്യം കൂടി അവർ തിരിച്ചറിയുന്നു. ഈ കേരളം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞാലും എന്തെല്ലാം വിവാദം ഉണ്ടായാലും കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചറിയാം. അവർ ഈ കൊടി വെച്ചെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊണ്ടല്ലോ വോട്ട് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക നിലപാടുകളുണ്ട്. ഈ സുരേന്ദ്രനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മറ്റ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനങ്ങൾ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങും, മറ്റു രീതിയിൽ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഒന്നും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനും കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടെടുത്തതിലൂടെ കഴിഞ്ഞു എന്ന് കിരൺ വിശ്വസിക്കുന്നു. വളരെ സ്വാഭാവികം. അത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കോൺഗ്രസിന് ഇപ്പൊ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് കെട്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗിനെ അവഹേളിക്കുന്നതിന് തുല്യമാവും. ലീഗിനെ പോലെ ഒരു പാർട്ടിയെ ഇത്ര കാലം കോൺഗ്രസ് ലീഗിനെ വിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കേരളത്തിൽ. അത്ര ഒരു പാർട്ടിയെ അവഹേളിക്കുന്നതിന് തുല്യം. അപ്പൊ ലീഗ് നേതാക്കൾക്കും വ്യക്തമായ ധാരണയുണ്ട്, ഇത് ആകെ കൂടി ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ്, അത്തരം ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഇല്ലാത്ത സ്ഥലത്താണെന്നൊക്കെ രീതിയിൽ പ്രചരണം വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. ഇപ്പൊ യു.പിയിലായാലും മാത്രമല്ല, ഈ ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും അവിടെയെല്ലാം ഈ കേരളത്തെ പോലെ ഒരു മുസ്ലിം പോപ്പുലാരിറ്റി ഉള്ള അത്രയും ജനസംഖ്യയുള്ള സ്ഥലങ്ങളല്ല, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി തന്നെ ബി.ജെ.പിക്ക് അനുകൂലമായ സംശയത്തിന് നിലയിലേക്ക് കോൺഗ്രസ് വീണ്ടും പോകാൻ ഇടം. ആ സംശയത്തിന് തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങളും അല്ലെങ്കിൽ നേരെ വാ എന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ചില തന്ത്രങ്ങൾ കൂടിയുണ്ട്. ഇത് കോൺഗ്രസ് സാധാരണ ഇതിൽ ഇത്തരം തന്ത്രങ്ങളിൽ ഏറ്റവും കോൺഗ്രസിന്റെ കൊടി ഉപയോഗിച്ചിട്ട് ലീഗിന്റെ കൊടി ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു എങ്കിൽ കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ അവിടെ രണ്ടും വേണ്ട എന്ന തരത്തിലുള്ള ഒരു ബുദ്ധിപരമായ തീരുമാനം അവരെടുത്തു. പറഞ്ഞതുപോലെ ഞങ്ങളൊരു അതാണ് അവർ പരീക്ഷിച്ചത്. പക്ഷേ എനിക്ക് കിരൺ ഇവിടെ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കാണുമ്പോൾ നേരത്തെയും ഒരുമിച്ചിരുന്ന് കേരളത്തിൽ LDF UDF തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയുള്ള ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാനത്തെ അതിലും കുറച്ചുകൂടി കടുത്തിട്ടുണ്ടോ ഇത്തവണ തോന്നുന്നു. കാരണം BJP ഉയർത്തുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് CPM-ഉം LDF-ഉം മൊത്തത്തിൽ വരുന്നു എന്ന ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ മാത്രം പറയാൻ കഴിയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ LDF ആയാലും UDF ആയാലും രണ്ട് കൂട്ടരും നോക്കുന്നത് BJP വിരുദ്ധരായ ആളുകൾ, അത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നോ മാത്രമല്ല, ഹിന്ദു വിഭാഗത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അങ്ങനെ ഒരു മതം എന്ന് നോക്കിയാൽ ഹിന്ദു വിഭാഗമുണ്ട്. അപ്പൊ ഈ 50% മേളിൽ വരുന്നൊരു വിഭാഗം, ആ വിഭാഗത്തിലും വലിയൊരു ശതമാനം ആളുകൾ BJP വിരുദ്ധരായ ആളുകളുണ്ട്. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ആർക്കാണ് ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വോട്ട് ഏത് മുന്നണിക്കാണ് കൂടുതൽ ലഭിക്കുന്നത് ആ മുന്നണിക്കാവും സ്വാഭാവികമായും ജയം ഉണ്ടാകുക. അപ്പോൾ ആ ജയം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മറ്റ് മുന്നണി എതിർ മുന്നണി ഇപ്പൊ ഈ ലീഗിന്റെ ഈ വിഷയം ഉയർത്തിയപ്പോൾ, ഇത് കേരളത്തിൽ CPM-ന് അറിയാൻ കഴിയാത്തല്ല, പക്ഷെ ഇങ്ങനെ വിഷയം ഉയർത്തുമ്പോൾ ലീഗ് അണികൾക്ക് പെട്ടെന്ന് കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളെ അവഹേളിച്ചോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് വോട്ടെങ്കിലും മാറുന്നെങ്കിൽ മാറട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിലേക്ക് 2-3 ദിവസം തളച്ചിടാൻ പറ്റുന്നു, SDP-യുടെ സ്ഥാനം വരുന്നു, അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്നു. അപ്പോൾ വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നൊരു വിഷയം വരുന്നു. തുടർച്ച ഇലക്ഷനിൽ ആരാണോ ആദ്യം വിഷയങ്ങൾ ഉന്നയിക്കുന്നത്, ആരാണോ ആക്രമണം അഴിച്ചുവിടുന്നത്, അവർക്ക് എപ്പോഴും ഒരു എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് ഇപ്പോൾ കേരളത്തിൽ ലഭിക്കുന്നത് LDF ആണ്. LDF ഈ രണ്ട് വിഷയവും വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ അവരുടെ പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തളച്ചിടാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ശക്തമായ ഭാഷയിൽ ലീഗ് ഉൾപ്പെടെ മറുപടി നൽകിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഈ പ്രചരണം തകർക്കാനാണ് അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ എന്തായാലും ഈ സ്ട്രാറ്റജി UDF-നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലതാണ് എന്ന അഭിപ്രായമാണ് കിരൺ ബാബു മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഇനി